എല്ലാവർക്കും K-tet സൈക്കോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാർട്ട് 9-ൽ നോക്കുന്നത് അഭിപ്രേരണ അല്ലെങ്കിൽ മോട്ടിവേഷനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത് ക്വസ്റ്റ്യൻ നമ്പർ 218-ലായിരുന്നു. ബാഹ്യശക്തികളുടെ പ്രേരണ കൂടാതെ സ്വയം നടക്കുന്ന വികസനമാണ് പരിപക്വനം അല്ലെങ്കിൽ മെച്യൂറേഷൻ. ബാഹ്യശക്തികളുടെ പ്രേരണ കൂടാതെ സ്വയം നടക്കുന്ന വികസനമാണ് പരിപക്വനം അല്ലെങ്കിൽ മച്ചുറേഷൻ. പരിപക്വനം എന്ന പദത്തിൻ്റെ അർത്ഥം പാകം വരൽ. പരിപക്വനം എന്ന പദത്തിൻ്റെ അർത്ഥം പാകം വരൽ. അംഗഗണിതത്തെ പരീക്ഷണം നടത്തിയത് ടെയ്ലർ. അംഗഗണിതത്തെക്കുറിച്ച് പരീക്ഷണം നടത്തിയത് ടെയ്ലർ. ഒരാൾ ഒരു പദാർത്ഥത്തെ ശ്രദ്ധിക്കുമ്പോൾ അയാളുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന കാര്യങ്ങൾ അയാൾക്ക് അകത്തും പുറത്തുമുണ്ട്. ഇങ്ങനെ വ്യതിചലിപ്പിക്കുന്ന വസ്തുവിന് പറയുന്നത് ഡിസ്ട്രാക്ടർ. ഒരാൾ ഒരു പദാർത്ഥത്തെ ശ്രദ്ധിക്കുമ്പോൾ അയാളുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന കാര്യങ്ങൾ അയാൾക്ക് അകത്തും പുറത്തുമുണ്ട്. ഇങ്ങനെ വ്യതിചലിപ്പിക്കുന്ന വസ്തുവിന് പറയുന്നത് ഡിസ്ട്രാക്ടർ. ഒരു വ്യക്തിക്ക് ശ്രദ്ധ പതറിപ്പോകാതെ ഒരു പ്രവർത്തനത്തിൽ എത്ര നേരം ശ്രദ്ധിച്ചിരിക്കാനാകും എന്നതിനെ സൂചിപ്പിക്കുന്നത് അറ്റൻഷൻ സ്പാൻ. ഒരു വ്യക്തിക്ക് ശ്രദ്ധ പതറിപ്പോകാതെ ഒരു പ്രവർത്തനത്തിൽ എത്ര നേരം ശ്രദ്ധിച്ചിരിക്കാനാകും എന്നതിനെ സൂചിപ്പിക്കുന്നത് അറ്റൻഷൻ സ്പാൻ. പ്രവർത്തനം തുടങ്ങാനും നിലനിർത്താനുമുള്ള പ്രവണത വളർത്തുന്ന പ്രത്യേക ആന്തരിക ഘടകമോ അവസ്ഥയോ ആണ് പ്രേരണ എന്ന് പറഞ്ഞത് ഗിൽഫോർഡ്. പ്രവർത്തനം തുടങ്ങാനും നിലനിർത്താനുമുള്ള പ്രവണത വളർത്തുന്ന പ്രത്യേക ആന്തരിക ഘടകമോ അവസ്ഥയോ ആണ് പ്രേരണ എന്ന് പറഞ്ഞത് ഗിൽഫോർഡ്. മനുഷ്യ സ്വഭാവത്തെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ലക്ഷ്യപ്രാപ്തിക്കു വേണ്ടി വ്യക്തിയെ സജ്ജമാക്കി നിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അഭിപ്രേരണ എന്ന് നിർവചിച്ചത് ബോഡ്സിൻ. മനുഷ്യ സ്വഭാവത്തെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി വ്യക്തിയെ സജ്ജമാക്കി നിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അഭിപ്രേരണ എന്ന് നിർവചിച്ചത് ബോഡ്സിൻ. നെക്സ്റ്റ്, ജീവജാലങ്ങളെയും മനുഷ്യരെയും ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് അഭിപ്രേരണ. ജീവജാലങ്ങളെയും മനുഷ്യരെയും ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് അഭിപ്രേരണ. അഭിപ്രേരണ എത്ര വിധത്തിൽ സംഭവിക്കുന്നു? 2 വിധത്തിലാണ് സംഭവിക്കുന്നത്. ആന്തരിക അഭിപ്രേരണ, ബാഹ്യ അഭിപ്രേരണ. ആന്തരിക അഭിപ്രേരണ ബാഹ്യമായ പ്രോത്സാഹനങ്ങളല്ല ഒരാളെ പ്രവർത്തന നിരതമാക്കുന്നത്. ഇതാണ് ആന്തരിക അഭിപ്രേരണ. ബാഹ്യ അഭിപ്രേരണ സമ്മാനങ്ങളാലോ നേട്ടങ്ങളാലോ അംഗീകാരങ്ങളാലോ ആണ് പ്രവൃത്തി നിയന്ത്രിക്കപ്പെടുന്നതെങ്കിൽ അതാണ് ബാഹ്യ അഭിപ്രേരണ. ബാഹ്യമായ പ്രോത്സാഹനങ്ങളില്ലാതെ ഒരാൾ പ്രവർത്തന നിരതമാകുന്നുണ്ടെങ്കിൽ അത് ആന്തരിക അഭിപ്രേരണയിലൂടെ വരുന്നതാണ്. പക്ഷെ സമ്മാനങ്ങൾക്ക് വേണ്ടിയോ നേട്ടങ്ങൾക്ക് വേണ്ടിയോ അംഗീകാരങ്ങൾക്ക് വേണ്ടിയോ ആണ് ഒരാൾ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് എങ്കിൽ അത് ബാഹ്യാഭിപ്രേരണയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാഹ്യ സമ്മർദ്ദങ്ങൾ കൂടാതെ ഒരു പ്രവൃത്തിയിൽ അതിലുള്ള താല്പര്യം മൂലം ഏർപ്പെടുന്നതിനുള്ള അഭിപ്രേരണയാണ് ആന്തരിക അഭിപ്രേരണ. ബാഹ്യ സമ്മർദ്ദങ്ങൾ കൂടാതെ ഒരു പ്രവൃത്തിയിൽ അതിലുള്ള താല്പര്യം മൂലം ഏർപ്പെടുന്നതിനുള്ള അഭിപ്രേരണയാണ് അന്തസ്ഥാഭിപ്രേരണ അല്ലെങ്കിൽ ആന്തരിക അഭിപ്രേരണ. അധ്യാപകനിൽ നിന്ന് സമ്മാനമോ പ്രശംസയോ ലഭിക്കുന്നതിന് വേണ്ടി കുട്ടികൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഏത് അഭിപ്രേരണ മൂലമാണ്? ബാഹ്യ അഭിപ്രേരണ. അധ്യാപകനിൽ നിന്ന് സമ്മാനമോ പ്രശംസയോ ലഭിക്കുന്നതിന് വേണ്ടി കുട്ടികൾ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ബാഹ്യ അഭിപ്രേരണ മൂലമാണ്. മോട്ടിവേഷൻ എന്ന പദത്തിൻ്റെ ഉൽപ്പത്തി മോട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. അഭിപ്രേരണ ചക്രത്തിലെ ഉത്തേജക ബലത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംജ്ഞ സമ്മാനം അഥവാ പ്രേരകം. അഭിപ്രേരണ ചക്രത്തിലെ ഉത്തേജക ഫലത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംജ്ഞ സമ്മാനം അഥവാ പ്രേരകം.
പ്രേരണകളുടെ ക്രമാനുഗതികത്വം, ഹെറാർക്കി ഓഫ് നീഡ്സിൻ്റെ വക്താവ് എബ്രഹാം മാസ്ലോ. പ്രേരണകളുടെ ക്രമാനുഗതികത്വത്തിൻ്റെ വക്താവ് എബ്രഹാം മാസ്ലോ. പ്രേരണകളുടെ ക്രമാനുഗതികത്വത്തെ മാസ്ലോ എങ്ങനെ തിരിച്ചിരിക്കുന്നു? ശാരീരിക ആവശ്യങ്ങൾ, സ്വയം രക്ഷയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, സ്നേഹം, സ്വന്തം എന്ന ബോധം എന്നീ ആവശ്യങ്ങൾ, അഭിമാനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, ആത്മയാഥാർത്ഥ്യവൽക്കരണം. പ്രേരണകളുടെ ക്രമാനുഗതികത്വത്തെ മാസ്ലോ എങ്ങനെ തിരിച്ചിരിക്കുന്നു? ശാരീരിക ആവശ്യങ്ങൾ, സ്വയം രക്ഷയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, സ്നേഹം, സ്വന്തം എന്ന ബോധം എന്നീ ആവശ്യങ്ങൾ, അഭിമാനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, ആത്മയാഥാർത്ഥ്യവൽക്കരണം. എബ്രഹാം മാസ്ലോയുടെ ഹെറാർക്കി ഓഫ് നീഡ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതെടുത്ത് കാണാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ വെച്ച് ഏറ്റവും ഉദാത്തമായി മാസ്ലോ പറയുന്നത് ആത്മസാക്ഷാത്കാരം. മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ വെച്ച് ഏറ്റവും ഉദാത്തമായി മാസ്ലോ പറയുന്നത് ആത്മസാക്ഷാത്കാരം. ഡി നീഡ്സ് ഏതൊക്കെയാണ്? ശാരീരിക ആവശ്യങ്ങൾ, സ്വന്തം രക്ഷയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, സ്നേഹം, സ്വന്തം എന്ന ബോധം എന്നീ ആവശ്യങ്ങൾ. ഡി നീഡ്സിൽ പെടുന്നത് ശാരീരിക ആവശ്യങ്ങൾ, സ്വയം രക്ഷയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, സ്നേഹം, സ്വന്തം എന്ന ബോധം എന്നീ ആശയങ്ങൾ. നെക്സ്റ്റ്. അഭിപ്രേരണയെ ജീവശാസ്ത്രപരമെന്നും സാമൂഹികമായ ആവശ്യങ്ങൾക്കനുസരിച്ച് നിർവചിക്കുന്ന സിദ്ധാന്തമാണ് നീഡ് തിയറി ഓഫ് മോട്ടിവേഷൻ. അഭിപ്രേരണയെ ജീവശാസ്ത്രപരവും സാമൂഹികവുമായ ആവശ്യങ്ങൾക്കനുസരിച്ച് നിർവചിക്കുന്ന സിദ്ധാന്തമാണ് നീഡ് തിയറി ഓഫ് മോട്ടിവേഷൻ. നേടാനുള്ള അഭിപ്രേരണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്ലെല്ലൻഡ്. നേടാനുള്ള അഭിപ്രേരണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്ലെല്ലൻഡ്. നേടാനുള്ള അഭിപ്രേരണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്ലെല്ലൻഡ് 1951. നേടാനുള്ള അഭിപ്രേരണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്ലെല്ലൻഡ് 1951. Achievement motivation refers to the desire of a person to meet standards of excellence എന്ന് നിർവചിച്ചത് ക്ലെല്ലൻഡ്. Achievement motivation refers to the desire of a person to meet standards of excellence എന്ന് നിർവചിച്ചത് ക്ലെല്ലൻഡ്. അഭിപ്രേരണ അളക്കാൻ ഉപയോഗിക്കുന്ന പരീക്ഷ തിമാറ്റിക് അപ്രിസെപ്ഷൻ ടെസ്റ്റ്. അഭിപ്രേരണ അളക്കാൻ ഉപയോഗിക്കുന്ന പരീക്ഷ തിമാറ്റിക് അപ്രിസെപ്ഷൻ ടെസ്റ്റ്. അവ്യക്തമായ ചില ചിത്രങ്ങൾ കാണിച്ച് അതിനെ ആസ്പദമാക്കി കഥ എഴുതാൻ ആവശ്യപ്പെടുന്നത് ഏതിനെ വിലയിരുത്താനാണ്? അഭിപ്രേരണയെ. അവ്യക്തമായ ചില ചിത്രങ്ങൾ കാണിച്ച് അതിനെ ആസ്പദമാക്കി ഒരു കഥ എഴുതാൻ ആവശ്യപ്പെടുന്നത് ഏതിനെ വിലയിരുത്താനാണ്? അഭിപ്രേരണ അല്ലെങ്കിൽ മോട്ടിവേഷൻ. വിജയത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയുടെയും പരാജയത്തെക്കുറിച്ചുള്ള ഭീതിയുടെയും ആപേക്ഷികമായ ശക്തികളുടെ പ്രവർത്തനമാണ് നേട്ടങ്ങൾ നേടാനുള്ള അഭിപ്രേരണ എന്ന് അഭിപ്രായപ്പെട്ടത് അറ്റ്കിൻസൺ. വിജയത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയുടെയും പരാജയത്തെക്കുറിച്ചുള്ള ഭീതിയുടെയും ആപേക്ഷികമായ ശക്തിയുടെ പ്രവർത്തനമാണ് നേട്ടങ്ങൾ നേടാനുള്ള അഭിപ്രേരണ അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് അഭിപ്രായപ്പെട്ടത് അറ്റ്കിൻസൺ. നേട്ടങ്ങൾ നേടാനുള്ള ആവശ്യത്തെക്കുറിച്ച് ഗണിതശാസ്ത്രപരമായ ഒരു രൂപം ഉണ്ടാക്കിയത് അറ്റ്കിൻസൺ. നേടാനുള്ള ആഗ്രഹവും ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തിക വളർച്ചയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠനം നടത്തിയത് ക്ലെല്ലൻഡ്, അറ്റ്കിൻസൺ. നേടാനുള്ള ആഗ്രഹവും ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തിക വളർച്ചയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠനം നടത്തിയത് ക്ലെല്ലൻഡ്, അറ്റ്കിൻസൺ. നേട്ടങ്ങൾ നേടാനുള്ള ആവശ്യം തീരുമാനിക്കപ്പെടുന്നത് പരാജയത്തെ ഒഴിവാക്കാനുള്ള അഭിപ്രേരണ, വിജയിക്കാനുള്ള അഭിപ്രേരണ എന്നീ രണ്ട് പ്രവണതകളാണെന്ന് അഭിപ്രായപ്പെട്ടത് അറ്റ്കിൻസൺ. നേട്ടങ്ങൾ നേടാനുള്ള ആവശ്യം തീരുമാനിക്കപ്പെടുന്നത് പരാജയത്തെ ഒഴിവാക്കാനുള്ള അഭിപ്രേരണയും വിജയിക്കാനുള്ള അഭിപ്രേരണയും
എന്നീ 2 പ്രവണതകളാണെന്ന് അഭിപ്രായപ്പെട്ടത് അറ്റ്കിൻസൺ. നേരത്തെ പഠിച്ച കാര്യങ്ങൾ പുതിയ പഠനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കുന്നത് പരിശീലന സംക്രമണം. നേരത്തെ പഠിച്ച കാര്യങ്ങൾ പുതിയ പഠനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കുന്നതാണ് പരിശീലന സംക്രമണം. ചിന്താശീലവും വിജയവും നൈപുണ്യങ്ങളും മനോഭാവങ്ങളും പഠന സന്ദർഭത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് സംക്രമിപ്പിക്കുന്ന പ്രക്രിയയാണ് പരിശീലന സംക്രമണം. ചിന്താശീലവും വിജ്ഞാനവും നൈപുണ്യങ്ങളും മനോഭാവങ്ങളും പഠന സന്ദർഭത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് സംക്രമിപ്പിക്കുന്ന പ്രക്രിയയാണ് പരിശീലന സംക്രമണം. ചിന്താശീലവും വിജ്ഞാനവും നൈപുണ്യങ്ങളും മനോഭാവങ്ങളും ഒരു പഠന സന്ദർഭത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് സംക്രമിപ്പിക്കുന്ന പ്രക്രിയയാണ് പരിശീലന സംക്രമണം. അളവിൻ്റെയോ സ്വഭാവത്തിൻ്റെയോ രണ്ടിൻ്റെയുമോ അടിസ്ഥാനത്തിൽ സംക്രമണത്തെ എത്രയായി തരംതിരിക്കാം? 3 തരംതിരിക്കാം. അളവിൻ്റെയോ സ്വഭാവത്തിൻ്റെയോ അല്ലെങ്കിൽ രണ്ടിൻ്റെയുമോ അടിസ്ഥാനത്തിൽ സംക്രമണത്തെ എത്രയായി തരംതിരിക്കാം? 3 തരംതിരിക്കാം. അധിക സംക്രമണം, ന്യൂന സംക്രമണം, ശൂന്യ സംക്രമണം. ഒരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനം മറ്റൊരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനത്തിന് സഹായകമാകുന്നുവെങ്കിൽ അതാണ് അധിക സംക്രമണം. ഒരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനം മറ്റൊരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനത്തിന് സഹായിക്കുന്നുവെങ്കിൽ അതാണ് അധിക സംക്രമണം. ഒരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനം മറ്റൊരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ന്യൂന സംക്രമണം. ഒരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനം മറ്റൊരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെങ്കിൽ അതാണ് ന്യൂന സംക്രമണം അല്ലെങ്കിൽ നെഗറ്റീവ് ട്രാൻസ്ഫർ. ഒരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനം മറ്റൊരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനത്തെ സഹായിക്കുകയോ പ്രതികൂലമായി ബാധിക്കുകയോ ചെയ്യുന്നില്ല എങ്കിൽ അതാണ് ശൂന്യ സംക്രമണം. ഒരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനം മറ്റൊരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനത്തെ സഹായിക്കുകയോ പ്രതികൂലമായി ബാധിക്കുകയോ ചെയ്യുന്നില്ല എങ്കിൽ അതാണ് ശൂന്യ സംക്രമണം അല്ലെങ്കിൽ സീറോ ട്രാൻസ്ഫർ. വർത്തമാനകാല പഠനവുമായി ഭൂതകാല പഠനം സാമാന്യവൽക്കരിക്കുമ്പോൾ ഏതുതരം സംക്രമണത്തിൽപ്പെടും? പാർശ്വസംക്രമണം. വർത്തമാനകാല പഠനവുമായി ഭൂതകാല പഠനം സാമാന്യവൽക്കരിക്കുമ്പോൾ ഏതുതരം സംക്രമണത്തിൽപ്പെടും? പാർശ്വസംക്രമണം. താഴ്ന്ന നിലവാരത്തിലുള്ള ശേഷികൾ ഉയർന്ന നിലവാരത്തിലുള്ള പഠനത്തിന് സഹായകമാകുന്നുവെങ്കിൽ അത് ലംബ സംക്രമണം. താഴ്ന്ന നിലവാരത്തിലുള്ള ശേഷികൾ ഉയർന്ന നിലവാരത്തിലുള്ള പഠനത്തിന് സഹായകമാകുന്നുവെങ്കിൽ അത് ലംബ സംക്രമണം. സംക്രമണത്തെ പാർശ്വസംക്രമണം, ലംബ സംക്രമണം എന്നിങ്ങനെ വേർതിരിച്ചത് ഗാഗ്നെ. സംക്രമണത്തെ പാർശ്വസംക്രമണം, ലംബ സംക്രമണം എന്നിങ്ങനെ വേർതിരിച്ചത് ഗാഗ്നെ. തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് E.L. തോൺടൈക്ക്. തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് E.L. തോൺടൈക്ക്. ഒരു വിഷയത്തിലെ ഘടകങ്ങൾക്ക് പുതിയ വിഷയത്തിലെ ഘടകങ്ങളുമായി സാമ്യമുണ്ടെങ്കിൽ ആ പഠനത്തെ പറയുന്നത് തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ്. ഒരു വിഷയത്തിലെ ഘടകങ്ങൾക്ക് പുതിയ വിഷയത്തിലെ ഘടകങ്ങളുമായി സാമ്യമുണ്ടെങ്കിൽ ആ പഠനത്തെ പറയുന്നത് തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ്. മുമ്പ് പഠിച്ച കാര്യങ്ങൾ ഇപ്പോഴത്തെ പഠനത്തെ സഹായിക്കുന്നുവെങ്കിൽ ആ പഠനത്തെ വിളിക്കുന്നത് അനുക്രമ സംക്രമണം. മുമ്പ് പഠിച്ച കാര്യങ്ങൾ ഇപ്പോഴത്തെ പഠനത്തെ സഹായിക്കുന്നുവെങ്കിൽ ആ പഠനത്തെ വിളിക്കുന്നത് അനുക്രമ സംക്രമണം. തോൺടൈക്ക് ആവിഷ്കരിച്ച 3 പഠന നിയമങ്ങൾ സന്നദ്ധതാ നിയമം, അഭ്യാസ നിയമം, ഫല നിയമം. തോൺടൈക്ക് ആവിഷ്കരിച്ച 3 പഠന നിയമങ്ങളാണ് സന്നദ്ധതാ നിയമം, ലോ ഓഫ് റെഡിനെസ്, അഭ്യാസ നിയമം, ലോ ഓഫ് എക്സസൈസ്, ഫല നിയമം, ലോ ഓഫ് എഫക്റ്റ്. ലോ ഓഫ് എക്സസൈസിൽ 2
ഭാഗങ്ങളുണ്ട്. പ്രയോഗ നിയമവും പ്രയോഗരാഹിത്യ നിയമവും. തോണ്ടേക്ക് ആവിഷ്കരിച്ച പഠന നിയമങ്ങൾ 3 എണ്ണമാണ്. സന്നദ്ധതാ നിയമം, അഭ്യാസ നിയമം, ഫല നിയമം. പരിശീലനം കൊണ്ട് ബന്ധത്തിലുണ്ടാകുന്ന ശക്തിയെ സൂചിപ്പിക്കുന്നത് അഭ്യാസ നിയമത്തിൻ്റെ ഏത് ഉപവിഭാഗത്തിലൂടെയാണ്? പരിശീലനം കൊണ്ട് ബന്ധത്തിനുണ്ടാകുന്ന ശക്തിയെ സൂചിപ്പിക്കുന്നത് അഭ്യാസ നിയമത്തിൻ്റെ ഏത് ഉപവിഭാഗത്തിലൂടെയാണ്? പ്രയോഗ നിയമം. ഇത്രയും ഭാഗങ്ങളാണ് പാർട്ട് 9 ഉൾപ്പെടുത്തിയിരുന്നത്. എല്ലാവരും നന്നായി പഠിക്കുക. ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ PDF-ൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടുന്നുണ്ട്. PDF ആവശ്യമുള്ളവർക്ക് അത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.